വെൽക്കം ടു ദ വീഡിയോ. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് റൈറ്റിംഗ് സർക്കുലേഴ്സ്, മിനിറ്റ്സ്, അജൻഡാസ്, ലെറ്റർ റൈറ്റിംഗ് എന്ന യൂണിറ്റ് ആണ്. ഇത് പ്രത്യേകമായി എൻഗേജിങ് ഇംഗ്ലീഷ് എന്ന ടെക്സ്റ്റിൽ പഠിക്കാനുള്ള യൂണിറ്റ് ആണ്. റൈറ്റിംഗ് എന്ന മൊഡ്യൂളിൽ പഠിക്കാനുള്ള യൂണിറ്റ് ആണ്. മറ്റുള്ള ടെക്സ്റ്റുകളിൽ ഈ ഒരു യൂണിറ്റ് കാണാൻ സാധിക്കില്ല. എൻഗേജിങ് ഇംഗ്ലീഷ് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ളൊരു ക്ലാസ്സാണിത്. നമുക്ക് നോക്കാം എന്താണ് സർക്കുലേഴ്സ്. A circular is a formal written document issued by an organization, institution, or government authority to disseminate information, convey instructions, or communicate policies to a specific audience. ഒരു പ്രത്യേക ഓഡിയൻസിന് മുന്നിൽ ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ, അറിവോ, ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള നയങ്ങളുടെ പ്രചാരണാർത്ഥമോ ഒക്കെ ജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ, പ്രിന്റഡ് അല്ലെങ്കിൽ റിട്ടൺ ഡോക്യുമെന്റ്, ഇതിനെയാണ് സർക്കുലർ എന്ന് പറയുന്നത്. ഇതൊരു ഫോർമൽ റിട്ടൺ ഡോക്യുമെന്റ് ആണ്. അണ്ടർലൈൻ ചെയ്യുക. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ഡെഫിനേഷൻ ചോദിച്ചാൽ ഇത് എഴുതുക. ഈ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ തന്നെ, റൈറ്റിംഗ് മൊഡ്യൂള്, ഡീറ്റെയിൽഡ് റൈറ്റിംഗ് ചോദിക്കുന്നതാണ്. 6 മാർക്കിനും 7 മാർക്കിനുമുള്ള ഭാഗത്ത് ചോദിക്കുന്നതാണ്. Circulars are often distributed internally within an organization or externally to stakeholders such as employees, students, clients, customers or the general public. ഗവൺമെൻറ് ആണെങ്കിൽ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചാൽ അത് പബ്ലിക്കിനായിരിക്കും. എന്നാൽ വിത്തിൻ ദി ഓർഗനൈസേഷനും സർക്കുലേഴ്സ് നൽകാറുണ്ട്, ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ. ദേ ടിപ്പിക്കലി ഫോളോ എ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ്. കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആൻഡ് മേ ബി ഇഷ്യൂഡ് റെഗുലർലി ഓർ ഓൺ ആസ് നീഡഡ് ബേസിസ്. റെഗുലർലി സർക്കുലേഴ്സ് നമുക്ക് അത് റിലീസ് ചെയ്യുന്നതായിട്ട് കാണാം, നൽകപ്പെടുന്നതായിട്ട് കാണാം. എന്നാൽ ആവശ്യത്തിനും അവ നൽകുന്നു, ആവശ്യത്തിനനുസരിച്ചും നൽകുന്നു. ദ പർപ്പസ് ഓഫ് എ സർക്കുലർ അണ്ടർലൈൻ ഈസ് ടു പാസ് ഓൺ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനാണ് സർക്കുലേഴ്സ്. അതുപോലെ അപ്ഡേറ്റ്സ്, പോളിസീസ് ഓർ അനൗൺസ്മെന്റ് ടു എ സ്പെസിഫിക് ഓഡിയൻസ്. കൃത്യമായ ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരിലേക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങളോ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സോ ഒക്കെ അല്ലെങ്കിൽ നയങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. വിത്ത് ഇൻ ഓർഗനൈസേഷൻ ഓർ കമ്മ്യൂണിറ്റി ഇൻ എ ക്ലിയർ ആൻഡ് എഫിഷ്യൻറ്റ് മാനർ. വ്യക്തവും ഫലപ്രദവുമായ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് സർക്കുലേഴ്സ്. സർക്കുലേഴ്സ് എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇന്റേണൽ സർക്കുലേഴ്സ്, എക്സ്റ്റേണൽ സർക്കുലേഴ്സ്, ഇങ്ങനെ 2 തരമുണ്ട്. Internal circulars എന്ന് പറഞ്ഞാൽ these circulars are sent within an organization to announce a new business strategy, social event or competition, to declare a change of address, to organize a meeting, to invite people or to announce a change in the company name. ഇത്തരം വിഷയങ്ങളിലാണ് ഇന്റേണലി കമ്പനിക്കുള്ളിൽ തന്നെ സർക്കുലേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത് പ്രൈവറ്റ് ഓർഗനൈസേഷൻസിൻ്റെ കാര്യമാണ്, അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ കാര്യമാണ്. അവയുടെ ഉള്ളിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിൽ തന്നെ സർക്കുലേഴ്സ് പുറപ്പെടുവിക്കാം, സർക്കുലേഴ്സ് സ്പ്രെഡ് ചെയ്യാം, അവയെ ഡിസെമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സർക്കുലേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ പൊതുവിലുള്ള എന്തെങ്കിലും വിവരം അവരെ അറിയിക്കാനാണ്. കമ്പനിയുടെ പേര് എന്തെങ്കിലും മാറുകയാണോ, അല്ലെങ്കിൽ പുതിയ മത്സരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, പുതിയ പരിപാടികൾ എന്തെങ്കിലും അവൈലബിൾ ആണോ, പുതിയൊരു ബിസിനസ് സ്ട്രാറ്റജി വന്നിട്ടുണ്ടോ, ചേഞ്ച് ഓഫ് അഡ്രസ്, കമ്പനിയുടെ ചേഞ്ച് ഓഫ് അഡ്രസ് എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെയുള്ള പൊതുവിലുള്ള കാര്യങ്ങൾ അറിയിക്കുവാൻ വേണ്ടിയാണ്. എക്സ്റ്റേണൽ സർക്കുലേഴ്സ് ആർ സെൻഡ് ടു റിസീവേഴ്സ് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ പുറത്തുള്ള റിസീവേഴ്സിന്, അതിൻ്റെ പുറത്തുള്ള വ്യക്തികൾക്ക് അയക്കുന്ന സർക്കുലറാണ് എക്സ്റ്റേണൽ സർക്കുലേഴ്സ്. ദേ ആർ യൂസ് ടു അനൗൺസ് ചേഞ്ച് ഓഫ് അഡ്രസ്. അവിടെയും ഇപ്പോൾ ചേഞ്ച് ഓഫ് അഡ്രസ് ഉണ്ടെങ്കിൽ അത് അനൗൺസ് ചെയ്യാനാണ്. ചേഞ്ച് ഓഫ് നെയിം ഓഫ് കമ്പനി, സോഷ്യൽ ആക്ടിവിറ്റീസ്, acquisition of new products or change of a product's price, customer service terms and or policy. കസ്റ്റമർ സർവീസിൻ്റെ പോളിസി അല്ലെങ്കിൽ ടേംസിലെ മാറ്റം, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടിയോ കുറഞ്ഞോ എന്നൊക്കെയുള്ളത്. ഇങ്ങനെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്നാൽ കമ്പനിക്ക് പുറത്ത് അതിൽ ജോലി ചെയ്യാതെ എന്നാൽ പുറത്ത് നിന്നതിന് സഹായിക്കുന്ന കോൺട്രാക്ടേഴ്സായിട്ടും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിലേക്കും സർക്കുലേഴ്സ് അയക്കാറുണ്ട്. ഇനി അടുത്ത ഫോർമാറ്റ് ഓഫ് എ സർക്കുലർ ആണ്. എന്താണ് ഒരു സർക്കുലറിൻ്റെ ഫോർമാറ്റ്? അവിടെ കൊടുത്തിരിക്കുന്നത് കാണുന്നില്ലേ, സർക്കുലർ എന്ന ടൈറ്റിൽ കൊടുക്കുക. ഇത് എഴുതാൻ ചോദിക്കും കേട്ടോ. റൈറ്റ് എ സർക്കുലർ. ടാസ്ക് 1 നോക്കിയാട്ടെ. റൈറ്റ് എ സർക്കുലർ ഇൻ ദ സ്പേസ് ഗിവൺ ആസ് ദി HR മാനേജർ ഇൻഫോമിംഗ് യുവർ കമ്പനീസ് എംപ്ലോയീസ് ദാറ്റ് എ ന്യൂ ജനറൽ മാനേജർ വിൽ ബി ജോയിനിങ് ദി ഓഫീസ്. പുതിയൊരു ജനറൽ മാനേജർ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നുവെന്ന്
സഹപ്രവർത്തകരെ അറിയിക്കുന്നതിന് വേണ്ടി HR മാനേജർ അയക്കുന്ന സർക്കുലർ നിങ്ങളോട് എഴുതാൻ പറയുകയാണ്. ഇത് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്യുക. ഫോർമാറ്റ് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ടൈറ്റിൽ കൊടുക്കണം സർക്കുലർ എന്ന്. ബോക്സ് വരയ്ക്കണമെന്നില്ല, എങ്കിലും വരയ്ക്കാൻ സാധിക്കുന്നവർ വരച്ചിട്ട് എഴുതുക, അല്ലാത്തവർ അത് എഴുതുക. സർക്കുലറിൻ്റെ ആദ്യം തന്നെ ഡേറ്റ് ഇടണം. പിന്നെ സല്യൂട്ടേഷൻ ആണ്. പിന്നെ സബ്ജക്റ്റ് ആണ്. സല്യൂട്ടേഷൻ എന്ന് പറയുന്നത് സർ അല്ലെങ്കിൽ മാഡം. സബ്ജക്റ്റ് എന്താണ് ഇതിൻ്റെ സബ്ജക്റ്റ്? ഇവിടെ എന്താണ് സബ്ജക്റ്റ്? ജോയിനിങ് ഓഫ് ദി ന്യൂ ജനറൽ മാനേജർ. പിന്നെ ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2, അതായത് എന്താണ് വിവരം എന്നുള്ളത് എഴുതുക. അപ്പോൾ എങ്ങനെ തുടങ്ങാം? നമുക്ക് ഓൾറെഡി നമ്മൾ ഡിയർ കൊലീഗ്സ് എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് സല്യൂട്ടേഷൻ പറയുക. ഡിയർ കൊലീഗ്സ്. ഫസ്റ്റ് സർക്കുലർ എന്ന മുകളിൽ ടൈറ്റിൽ കൊടുക്കുക. തൊട്ട് താഴത്തെ വലിയ ഡേറ്റ് ഇടുക. എന്നിട്ട് അതിന് ഷോർട്ടായിട്ടുള്ള ഡേറ്റ് ഇട്ടാൽ മതി, 10, 11, 24 എന്ന രീതിയിൽ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് സല്യൂട്ടേഷനാണ് ഡിയർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഡിയർ കൊലീഗ്സ്. നമ്മുടെ ഈ ടാസ്ക് 1 രീതിയിൽ തന്നെ പറയാം, ഡിയർ കൊലീഗ്സ്. അതിനുശേഷം സബ്ജക്റ്റ്. അതിൻ്റെ സബ്ജക്റ്റ് എന്താണ്? അറൈവൽ ഓഫ് ദി ന്യൂ ജനറൽ മാനേജർ. പിന്നെ അതിൻ്റെ താഴെ എഴുതുക ബോഡി പാരഗ്രാഫ് 1 എന്നുള്ള സ്ഥലത്ത് എന്താ എഴുതുക? It is my privilege to inform you that a new general manager is taking charge next week. ഇത്രയുമാണ് ഒന്നാമത്തെ. ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ all of you are requested to comply to the company's rules and norms with extreme dedication, and also you are requested to attend a meeting on 20th November 2024 in order to welcome the new general manager. ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ എല്ലാവരും വരണം, വെൽക്കം ചെയ്യാൻ, ഈ മാനേജറെ പുതിയ ആളെ വെൽക്കം ചെയ്യാനെന്നും പറയുന്നു. ഇനി അതിൻ്റെ താഴെയായിട്ട് കോംപ്ലിമെൻ്ററി ക്ലോസ് വെക്കുക. അതായത് സിൻസിയർലി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അങ്ങനെയൊക്കെ വെക്കാം. വെറും സിൻസിയർലി എന്ന് മാത്രം വെക്കാം, അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി എന്ന് മാത്രം വെക്കാം. അതിൻ്റെ താഴെ സിഗ്നേച്ചർ ബ്ലോക്കിൽ നമ്മുടെ സിഗ്നേച്ചർ, അതോടൊപ്പം സ്റ്റാമ്പ്, സീലുണ്ടെങ്കിൽ അത്, പിന്നെ സെൻഡേഴ്സ് നെയിം, നമ്മളാണ് HR മാനേജറാണ് അയക്കുന്നത്. അപ്പോൾ HR മാനേജറുടെ പേര് വേണം. അത് പ്രിൻ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒറിജിനലി പ്രിൻ്റഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ ജസ്റ്റ് എഴുതാൻ ചോദിച്ചാൽ എഴുതുക കേട്ടോ. സെൻഡേഴ്സ് പൊസിഷൻ, നമ്മുടെ പേര് എഴുതിയിട്ട് അടിയിൽ എഴുതുക HR മാനേജർ. മുകളിൽ ഒപ്പ്, അതായത് സിൻസിയർലി നമ്മൾ സാധാരണ ലെറ്റർ എഴുതുന്ന പോലെ തന്നെയാണ്. യുവേഴ്സ് സിൻസിയർലി അല്ലെങ്കിൽ സിൻസിയർലി എന്ന് മാത്രം എഴുതുക. അതിൻ്റെ താഴെ ഒപ്പിടുക. അതിൻ്റെ താഴെയാണ് പേര് എഴുതേണ്ടത്. ഇനിയും എൻക്ലോഷേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ കൊടുത്തിട്ട് അതിൻ്റെ താഴെയായിട്ട് എന്തൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ വെക്കുക. എന്നിട്ട് റെഫറൻസ് ഇനിഷ്യൽസ് ഈഫ് റിക്വയർഡ്, ആവശ്യമാണെങ്കിൽ നമ്മുടെ ഇനിഷ്യൽ അവിടെ രേഖപ്പെടുത്തുക, റെഫറൻസിന് വേണ്ടിയിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫോർമാറ്റ് ഇങ്ങനെ തന്നെ എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലൊരു ചോദ്യം ടാസ്ക് 1 പോലൊരു ചോദ്യം തന്നിട്ട് അതിൻ്റെ ഉത്തരമായിട്ട് ചോദിക്കാം. 2 രീതിയിൽ ചോദിക്കാം. എന്തായാലും ഫോർമാറ്റ് പഠിച്ചു വെക്കണം. എൻഗേജിങ് ഇംഗ്ലീഷ് എന്ന ടെക്സ്റ്റിൽ മാത്രമേ ഇതുള്ളൂ. അതുകൊണ്ട് പേജ് നമ്പർ പറയാം, 97 പേജ് നമ്പർ 97 ഫോർമാറ്റ് ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. മുകളിലുള്ളതാണ് അതിൻ്റെ ഫോർമാറ്റ്. അത് ബൈ ഹാർട്ട് പഠിക്കുക. അത് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ഫോർമാറ്റ് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ കറക്റ്റ് അത് തന്നെ എഴുതാൻ വേണ്ടി പറയാം. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് താഴെ ടാസ്ക് 1 കാണുന്ന ഒരു ചോദ്യം തന്ന് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതാനും പറയാം. ആ 2 രീതിയിലും വരാം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അജൻഡാസ് ആണ്. എന്താണ് അജണ്ട? ആൻ അജണ്ട ഇസ് എ ലിസ്റ്റ് ഓർ ഔട്ട്ലൈൻ ഓഫ് ഐറ്റംസ് ടു ബി ഡിസ്കസ്ഡ്. ഒരു ലിസ്റ്റാണ്, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഐറ്റംസിൻ്റെ ലിസ്റ്റാണ് അല്ലെങ്കിൽ ഔട്ട്ലൈൻ ആണ്. പ്രസൻറ്റഡ് ഓർ അക്കംപ്ലിഷ്ഡ് അറ്റ് എ മീറ്റിംഗ് ഓർ ആൻ ഇവൻറ്റ്. ഒരു ഇവൻറ്റിന് അല്ലെങ്കിൽ മീറ്റിങ്ങിന് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റിനാണ് അജണ്ട എന്ന് പറയുന്നത്. മീറ്റിങ്ങിൻ്റെ അജണ്ട എന്ന് കേട്ടില്ല, അതാണ്. ഇറ്റ് സെർവ്സ് ആസ് എ റോഡ് മാപ്പ് ഫോർ ദ പാർട്ടിസിപ്പൻസ്, പ്രൊവൈഡിങ് എ സ്ട്രക്ചർഡ് പ്ലാൻ and helping to ensure that the objectives of the gathering are met. കൂടിച്ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് വന്നിരിക്കുന്ന അവിടെ കൂടിയിരിക്കുന്നവരുടെ ലക്ഷ്യങ്ങൾ എല്ലാം തന്നെ മീറ്റ് ചെയ്തിരിക്കുന്നു, അതൊക്കെ തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഉറപ്പാക്കണം ഈ അജണ്ട. കാരണം അജണ്ട ഇല്ലെങ്കിൽ ചർച്ച വഴിതെറ്റിപ്പോകാൻ എളുപ്പമാണ്, വേസ്റ്റ് ആവും ടൈം അല്ലെങ്കിൽ എഫേർട്ടൊക്കെ. കൂടിയിരിക്കുന്നവരുടെ മനസ്സുകളിൽ, അതായത് ഒരു മീറ്റിങ്ങിന് വന്നിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ മീറ്റിംഗ് എന്തിനെക്കുറിച്ചാണെന്ന് പോലും അറിയാതെയാണ് അവർ വന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൃത്യമായ അജണ്ട ഉണ്ടെങ്കിൽ അതനുസരിച്ച് പ്രിപ്പയർ ആയിട്ട് തന്നെ ആൾക്കാർ വരികയും വലിയ ചർച്ചകൾ, നല്ല യൂസ്ഫുൾ ചർച്ചകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. 2 വരികൾ അജണ്ട എന്താണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇറ്റ് സെർവ്സ് എന്നുള്ളതും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇതാണ് വാട്ട് ഈസ് എൻ അജണ്ട എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് എഴുതേണ്ടത്.
Agendas are commonly used in business meetings, conferences, workshops, various other organized activities. മിക്ക ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിക്കും നമ്മൾ അജണ്ട ഉപയോഗിക്കുന്നതാണ്. എലമെന്റ്സ് ഓഫ് എൻ അജണ്ട ഓരോന്നും പഠിച്ചു നോക്കണം. എലമെന്റ്സ് ഓഫ് എൻ ഇഫക്റ്റീവ് അജണ്ട ഇൻക്ലൂഡ് ദ ഫോളോയിങ്: ഹെഡർ, അജണ്ടയുടെ മുകളിൽ ഹെഡർ ടൈറ്റിൽ ഉണ്ടായിരിക്കണം. അവിടെ ഉൾപ്പെടുന്ന കാര്യങ്ങൾ, ഈ ടൈറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ: ടൈറ്റിൽ, നെയിം ഓഫ് ദി ഓർഗനൈസേഷൻ, കമ്മിറ്റി ഓർ ടീം, മീറ്റിംഗ് അജണ്ട. മീറ്റിംഗ് അജണ്ട എന്നുള്ള ഒരു പേര് വേണം, അതായത് കമ്പനിയുടെ പേര് ഉൾപ്പെടെ മീറ്റിംഗ് അജണ്ട എന്ന് എഴുതണം. അതാണ് ടൈറ്റിൽ ഓഫ് അജണ്ട. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ XYZ കമ്പ്യൂട്ടേഴ്സ് ആണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓർഗനൈസേഷൻ, ഉദാഹരണം പറയുകയാണ്, XYZ കമ്പ്യൂട്ടേഴ്സ് എന്ന ഓർഗനൈസേഷനാണ് ഈ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെയിം ഓഫ് ഓർഗനൈസേഷൻ XYZ കമ്പ്യൂട്ടേഴ്സ്, മീറ്റിംഗ് അജണ്ട എന്നെഴുതുക. ഡേറ്റ് ഓഫ് ദ മീറ്റിംഗ്, ടൈം, സ്റ്റാർട്ട് ടൈം, എൻഡ് ടൈം, ഇത് രണ്ടും നമ്മൾ കൊടുക്കണം. അടുത്ത് കോൾ ടു ഓർഡർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ് അടുത്തത് വരുന്നത്. അതായത് സ്റ്റാർട്ട് ദ മീറ്റിംഗ് ഒഫീഷ്യലി കോളിംഗ് ഇറ്റ് ടു ഓർഡർ, നോട്ട് ദ ടൈം ദ മീറ്റിംഗ് ഒഫീഷ്യലി ബിഗിൻസ്. ഏത് സമയത്ത് ഒഫീഷ്യലി ബിഗിൻ ചെയ്തു എന്ന് നോട്ട് ചെയ്ത് വെക്കണം. മീറ്റിങ്ങിൽ എല്ലാവരെയും കൂടി ക്ഷണിച്ചിരുത്തണം. അതിനാണ് ഓർഡർ എന്ന് പറയുന്നത്. എല്ലാവരോടും നേരെ ഇരിക്കാൻ അല്ലെങ്കിൽ മീറ്റിങ്ങിന് വന്നിരിക്കാനായിട്ട് നമ്മൾ മീറ്റിംഗ് ഇത് ആരംഭിക്കുന്നു എന്ന് അനൗൺസ് ചെയ്യണം. കോൾ ടു ഓർഡർ. ഇതൊക്കെ തന്നെ ഇഫക്റ്റീവ് അജണ്ടയുടെ എലമെന്റ്സ് ആണ്, ഘടകങ്ങളാണ്. റോൾ കോൾ ഓർ അപ്പോളജീസ്, അറ്റൻഡൻസ് എടുക്കുക എന്നുള്ളതാണ് റോൾ കോൾ. പിന്നെ അപ്പോളജീസ്, ഏതെങ്കിലും രീതിയിൽ ഇഫ് ദേ ആർ അണേബിൾ ടു അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് ക്ഷമാപണത്തിനുള്ള സോറി പറയാം, അപ്പോളജീസ് പറയാനുള്ള അവസരം കൊടുക്കുക. അപ്രൂവൽ ഓഫ് പ്രീവിയസ് മിനിറ്റ്സ്, ഇഫ് അപ്ലിക്കബിൾ ആണെങ്കിൽ റിവ്യൂ ആൻഡ് സീക്ക് അപ്രൂവൽ ഫോർ ദ പ്രീവിയസ് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്. പ്രീവിയസ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് എടുത്തിട്ട് അത് വായിച്ച് അതിനെ അപ്രൂവ് ചെയ്യണം, അതിനെ പാസ്സാക്കണം. ഇത് ആവശ്യമെങ്കിൽ ചെയ്യുക. ഇഗ്നോർ ദ സ്റ്റെപ്പ് ഇഫ് ഇറ്റ്സ് എ ഫേസ്റ്റ് മീറ്റിംഗ്. ഒന്നാമത്തെ മീറ്റിംഗ് ആണെങ്കിൽ അതിന് മുമ്പിൽ മീറ്റിംഗ് ഒന്നും വിളിച്ചിട്ടില്ല, ഇഗ്നോർ ചെയ്യരുത്. അല്ല രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, പത്താമത്തെ ഒക്കെ മീറ്റിംഗ് ആണെങ്കിൽ തൊട്ട് മുമ്പിലുള്ള മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് വായിച്ച് അതിനെ അപ്രൂവ് ചെയ്യണം. അജണ്ട റിവ്യൂ, പ്രൊവൈഡ് ആൻ ഓവർവ്യൂ ഓഫ് അജണ്ട ഐറ്റംസ് ടു ബി ഡിസ്കസ് ഡ്യൂറിംഗ് ദ മീറ്റിംഗ്. മീറ്റിംഗിൽ ചർച്ച ചെയ്യേണ്ട അജണ്ട ഐറ്റംസിനെ ഒന്ന് റിവ്യൂ ചെയ്യുക. അപ്ഡേറ്റ്സ്, ഡിസ്കസ് എനി അൺറിസോൾവ്ഡ് ഓർ ക്യാരി ഓവർ ഐറ്റംസ് ഫ്രം പ്രീവിയസ് മീറ്റിംഗ്സ്. പ്രൊവൈഡ് അപ്ഡേറ്റ്സ് ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് ഓൺ ഗോയിങ് പ്രോജക്ട്സ് ഓർ ടാസ്ക്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടാസ്കുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ഈ മീറ്റിംഗിൽ നൽകണം. അതുപോലെ തന്നെ പ്രീവിയസ് മീറ്റിംഗിൽ നിന്ന് ഏതെങ്കിലും ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ ഐറ്റംസ്, പ്രീവിയസ് മീറ്റിംഗിൽ പൂർത്തീകരിക്കാത്ത ചർച്ചകളും അജണ്ടകളും ഉണ്ടാകും, അത് ഇപ്പോഴത്തെ മീറ്റിംഗിൽ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ന്യൂ ബിസിനസ്, ഇൻട്രൊഡ്യൂസ് ആൻഡ് ഡിസ്കസ് ന്യൂ ടോപ്പിക്സ് ഓർ ഐറ്റംസ് റിക്വയറിംഗ് അറ്റൻഷൻ. പുതിയ ടോപ്പിക്കുകൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുക. ഇൻക്ലൂഡ് പ്രസൻറ്റേഷൻസ് ഓർ റിപ്പോർട്ട്സ് ഓൺ ന്യൂ ഇനിഷ്യേറ്റീവ്സ്, പ്രോജക്ട്സ് ഓർ ഇഷ്യൂസ്. പുതിയ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ പുതിയ വിഷയങ്ങൾ, ഇഷ്യൂസൊക്കെ വരുമ്പോൾ, പുതിയ ഇനിഷ്യേറ്റീവ്സ് തുടക്കങ്ങൾ എടുക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രസൻറ്റേഷൻസ് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ നമ്മൾ ഉൾപ്പെടുത്തണം. ഡിസ്കഷൻ ഐറ്റംസ്, ലിസ്റ്റ് സ്പെസിഫിക് ഐറ്റംസ് ഓർ ടോപ്പിക്സ് ഫോർ ഇൻഡെപ്ത് ഡിസ്കഷൻ. ചർച്ചകൾ വേണ്ടേ, മീറ്റിംഗ് ആകുമ്പോൾ ചർച്ചകൾ വേണ്ടേ. അപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറേ ഇൻഡെപ്ത് ഡിസ്കഷന് വേണ്ടിയിട്ട് ഐറ്റംസ് കൊടുക്കുന്നു. അലൊക്കേറ്റ് ടൈം ഫോർ ഈച്ച് ഡിസ്കഷൻ ഐറ്റം ടു മാനേജ് ദ മീറ്റിംഗ് ഇഫക്റ്റീവ്ലി. ഈ മീറ്റിംഗ് ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ ഓരോരുത്തർക്കും ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ടൈം അലോക്കേറ്റ് ചെയ്യണം. ആക്ഷൻ ഐറ്റംസ്, ക്ലിയർലി ഔട്ട്ലൈൻ എനി ആക്ഷൻസ് ദാറ്റ് നീഡ് ടു ബി ടേക്കൺ ആസ് റിസൾട്ട് ഓഫ് ഡിസ്കഷൻസ്. എന്തെങ്കിലും പ്രവൃത്തികൾ, ആക്ഷൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് നോട്ട് ചെയ്യുക. അലൈൻ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡെഡ്ലൈൻസ് ഫോർ ഈച്ച് ആക്ഷൻ ഐറ്റം. ഓരോ പ്രവൃത്തികൾക്കും ഡെഡ്ലൈൻ വെക്കുക, ഉത്തരവാദിത്തം കൊടുക്കുക. ഡെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് വെക്കുക. അനൗൺസ്മെൻറ്റ്സ്, ഷെയർ എനി റെലവൻറ്റ് അനൗൺസ്മെൻറ്റ്സ്, ന്യൂസ് ഓർ അപ്ഡേറ്റ്സ്. അതുപോലെ കീപ് ദ സെക്ഷൻ ബ്രീഫ് ആൻഡ് ഫോക്കസ്ഡ്. അപ്കമിംഗ് ഇവൻറ്റ്സ് ഓർ മീറ്റിംഗ്സ്, മെൻഷൻ എനി ഫ്യൂച്ചർ ഇവൻറ്റ്സ് ഓർ മീറ്റിംഗ്സ് ദാറ്റ് അറ്റൻഡീസ് ഷുഡ് ബി അവെയർ ഓഫ്. ഈ വന്നിരിക്കുന്ന ഗ്രൂപ്പിലിരിക്കുന്ന ആൾക്കാർ അടുത്ത മീറ്റിംഗ് എപ്പോഴാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി ഇഫ് ദ ഫ്യൂച്ചർ മീറ്റിംഗ്സ് ഹാവ് എ കണക്ഷൻ ടു ദ കറണ്ട് വൺ. ഇന്നത്തെ ഇതിനോട് ബന്ധമുള്ള മീറ്റിംഗുകൾ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കണം. നെക്സ്റ്റ് മീറ്റിംഗ് എപ്പോഴാണെന്നുള്ളത് ഓഡിയൻസിനോട് പറയണം. അതുപോലെ തന്നെ ബ്രീഫ്ലി ഔട്ട്ലൈൻ പൊട്ടൻഷ്യൽ അജണ്ട ഐറ്റംസ് ഫോർ ദ നെക്സ്റ്റ് മീറ്റിംഗ് ഇഫ് നോൺ. അടുത്ത മീറ്റിംഗിലേക്ക് വേണ്ടിയുള്ള അജണ്ടാസ് ഔട്ട്ലൈൻ ചെയ്ത് വെക്കുക. അഡ്ജേൺമെൻറ്റ്, ഒഫീഷ്യലി ക്ലോസ് ദ മീറ്റിംഗ്, നോട്ട് ദ ടൈം ഓഫ് അഡ്ജേൺമെൻറ്റ്. അവസാനം മീറ്റിംഗ് കഴിഞ്ഞു, സമാപിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടതിനെയാണ് അഡ്ജേൺമെൻറ്റ് എന്ന് പറയുന്നത്. അഡ്ജേൺമെൻറ്റ് കൃത്യമായ ടൈമുണ്ട്, ടൈം ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അജണ്ടയുടെ മുമ്പിലുണ്ട്. അജണ്ടയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ട് ടൈം ആൻഡ് എൻഡ് ടൈം. ടാസ്ക് 2, ഇമാജിൻ യുവർ കോളേജ് ഈസ് ഹോസ്റ്റിംഗ് എ ഫണ്ട് റൈസിംഗ് ഇവൻറ്റ് ദ ഫോളോയിങ് വീക്ക്. ഫോർ victims of a flash flood
റൈറ്റ് ദി അജണ്ട ഫോർ ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ ഫണ്ട് റൈസിങ് ഇവൻറ്റ് ഓർഗനൈസിങ് കമ്മിറ്റി. ഒരു അജണ്ട എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ അജണ്ടയിൽ എന്തൊക്കെയാണ് വേണ്ടത്? അജണ്ടയിൽ ഹെഡർ വേണം, അതായത് ഈ ഓർഗനൈസിങ് കമ്മിറ്റിയുടെ പേര് ആദ്യം തന്നെ എഴുതുക, പിന്നെ ഡേറ്റ് ഇത്രാം തീയതിയാണ്, പിന്നെ ടൈം, സ്റ്റാർട്ട് ടൈം 10 മണി മുതൽ 11 മണി വരെ മീറ്റിങ്ങിൻ്റെ ടൈം. പിന്നെന്താണ്, ഓരോന്നോരോന്നും നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത അജണ്ട എന്ന് പറയുന്നത് എന്താണ്? ഇമാജിൻ യുവർ കോളേജ് ഇസ് ഹോസ്റ്റിംഗ് എ ഫണ്ട് റൈസിങ് ഇവന്റ് ദ ഫോളോയിങ് വീക്ക് ഫോർ വിക്ടിംസ് ഓഫ് ഫ്ലാഷ് ഫ്ലഡ്. ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മലവെള്ളപ്പാച്ചിലാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മീറ്റിങ്ങിൻ്റെ അജണ്ടയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടൈമിങ്, ആദ്യം ടൈറ്റിൽ, പിന്നെ ടൈമിങ്, പിന്നെ അതിന് ശേഷം അജണ്ട 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 2-3 പോയിന്റ്സ് ആയിട്ട് എഴുതുക. അതിലൊന്നെന്ന് പറയുന്നത് ഡിസ്കഷൻ ഓൺ ഫണ്ട് റൈസിങ് ഇവൻറ്റ്, പിന്നെ അടുത്തത് എന്താണ്, ഡിസ്കഷൻ ഓൺ ഫണ്ട് റൈസിങ്, പിന്നെ ലാസ്റ്റ് നമുക്ക് ഒരെണ്ണം കൂടി കൊടുക്കാൻ വേണമെങ്കിൽ Q&A, ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ഇടയ്ക്ക് വേണമെങ്കിൽ ഡിസ്കഷൻ ഓർ റീഡിങ് അക്കൗണ്ട്സ് അത് കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് അജണ്ടയായിട്ട് ഡിസ്കഷൻ ഓൺ ദി ഇവൻറ്റ്. സെക്കൻഡ് വൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിസ്കഷൻ ഓർ റീഡിങ് ഔട്ട് ദി അക്കൗണ്ട് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ ഓർ റീഡിങ് ഔട്ട് ദ ഫണ്ട്സ് കളക്റ്റഡ് എന്നുള്ള, ജസ്റ്റ് എത്ര ഫണ്ട് കിട്ടി, അത്തരം കാര്യങ്ങൾ, ഫണ്ട് റൈസിങ്ങിൻ്റെ അല്ലെങ്കിൽ എത്ര ഫണ്ട് പ്രതീക്ഷിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് Q&A അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ഇത്രയുമാണ് നമ്മൾ അജണ്ടയായിട്ട് എഴുതേണ്ടത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു നല്ല അജണ്ടയിൽ വേണ്ട എലമെൻറ്റ്സ് ആണ്. ഇതൊക്കെ അതിൽ ഉണ്ട് അല്ലേ. ഇനി അടുത്ത മീറ്റിംഗ് ഇൻവിറ്റേഷൻ ആൻഡ് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിങ്ങിൻ്റെ ഇൻവിറ്റേഷനും മിനിറ്റ്സും എന്താണ് നോക്കാം. In a professional context, you will be sending meeting invitations, sending an agenda and noting down minutes of the meeting. ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ ഒരു മീറ്റിംഗ് നടക്കാൻ പോവുകയാണെങ്കിൽ മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ട് നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് ഓരോ എംപ്ലോയിക്കും കൊടുക്കണം. പ്ലസ് അജണ്ട അതിൻ്റെ അകത്ത് ഉണ്ടാവണം. അപ്പോൾ ഈ അജണ്ടയിൽ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ടാവണം, അജണ്ട എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ എംപ്ലോയീസിന് കൊടുക്കേണ്ട നോട്ടീസും തയ്യാറാക്കണം, അല്ലെങ്കിൽ ഇമെയിലും തയ്യാറാക്കണം. ഇനി ഇത് കൂടാതെ മീറ്റിംഗ് നടക്കുമ്പോൾ എന്ത് ചെയ്യണം? മിനിറ്റ്സ് എഴുതിയെടുക്കണം. നടപടിക്രമങ്ങൾ നോട്ട് ചെയ്യണം, ഒരു രജിസ്റ്ററിൽ നോട്ട് ചെയ്യണം. അതാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്, നടപടിക്രമങ്ങൾ. They are essential components that help ensure effective communication, organization and documentation of meetings. Now let us look at how to create meeting invitations, writing the minutes of a meeting. എങ്ങനെയാണ് ഇൻവിറ്റേഷൻ എഴുതുക? ഇൻവിറ്റേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് അത് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഇൻവിറ്റേഷൻ എഴുതുന്നത് നോക്കാം. Meeting invitation is a formal notification sent to participants to inform them about an upcoming meeting. വരാൻ പോകുന്ന മീറ്റിങ്ങിനെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് മീറ്റിംഗ് ഇൻവിറ്റേഷൻ. അണ്ടർലൈൻ ചെയ്യുക. The primary purpose is to communicate the details of the meeting, include date, time, location and agenda. മീറ്റിങ്ങിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. It serves as an official request for attendance. എന്നാൽ അതേപോലെ തന്നെ at the same time അറ്റൻഡൻസിന് വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽ റിക്വസ്റ്റ് കൂടിയാണ്. ആദ്യമേ കിട്ടുന്ന നോട്ടീസ്, ആദ്യമേ നമ്മൾ കൊടുക്കുന്ന നോട്ടീസ്, നിങ്ങൾ നിർബന്ധമായി ഇതിന് വരണം എന്ന് തന്നെ അർത്ഥം. A meeting invitation typically includes a meeting titled on date and time, location, physical or virtual, a brief description or purpose of the meeting and any additional information participants need to prepare. അപ്പോൾ മീറ്റിംഗ് ഇൻവിറ്റേഷനിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ടൈറ്റിൽ, ഡേറ്റ്, ടൈം, ലൊക്കേഷൻ, അതുപോലെ തന്നെ പേർപ്പസ് ഓഫ് മീറ്റിംഗ്, എന്ത് ഉദ്ദേശിച്ച മീറ്റിംഗ് നടക്കുന്നത്, അതിൻ്റെ ഒരു ഷോർട്ട് ബ്രീഫായിട്ടുള്ളത്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ പാർട്ടിസിപ്പൻസിനെ കുറിച്ചോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ, പങ്കാളികളെ കുറിച്ച് ഉണ്ടെങ്കിൽ, ഈ മീറ്റിങ്ങിന് പങ്കെടുക്കുന്ന ആൾക്കാരെ കുറിച്ച് അറിവുണ്ടെങ്കിൽ അവരുടെ പേരുകളും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്. അടുത്തത് എന്താണ് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് എന്ന് പറയുന്നത്? ദ ടേം മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്, MOM, refers to a written record or summary. ഒരു റിട്ടൺ റെക്കോർഡാണ് അല്ലെങ്കിൽ സമ്മറിയാണ്, ചുരുക്കമാണ് ഓഫ് ദ ഡിസ്കഷൻസ്, ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ് ടേക്കൻ ഡ്യൂറിങ് എ മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ വന്ന ചർച്ചകളെക്കുറിച്ചും എടുത്ത തീരുമാനങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു സമ്മറിയാണ് ഇത്. മിനിറ്റ്സ് സെർവ് ആസ് എൻ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ദാറ്റ് documents the key points discussed, any agreements reached and individuals responsible for specific tasks or actions. അപ്പോൾ ഈ മിനിറ്റ്സ് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എല്ലാ ചർച്ച ചെയ്ത വിഷയങ്ങളെയും പോയിന്റുകളെയും നോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ടാസ്കുകളോ
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ മീറ്റിങ്ങിൻ്റെ ഇടയിൽ പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ ചെയ്തു, അത്തരം കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ടിപ്പിക്കലി ഡെസിഗ്നേറ്റഡ് പേഴ്സൺ കോൾ ദ മിനിറ്റ് ടേക്കർ ഈസ് റെസ്പോൺസിബിൾ ഫോർ റെക്കോർഡിംഗ് ദ മിനിറ്റ്സ് ഡ്യൂറിംഗ് ദ മീറ്റിംഗ്. ഈ മീറ്റിങ്ങിൻ്റെ ഇടയിൽ മിനിറ്റ്സ് രേഖപ്പെടുത്തുന്ന വ്യക്തിയുടെ പേരാണ് മിനിറ്റ് ടേക്കർ. അങ്ങനെയുള്ള ഒരാളാണ് മിനിറ്റ്സ് എഴുതുക. പല മീറ്റിങ്ങുകളിൽ സെക്രട്ടറി ഒക്കെ ആയിരിക്കും മിനിറ്റ്സ് എഴുതുക. നെക്സ്റ്റ്, എലമെന്റ്സ് ഓഫ് എ മിനിറ്റ്സ് ഓഫ് എ മീറ്റിംഗ്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ? ഡേറ്റ് ആൻഡ് ടൈം, പിന്നെ അറ്റൻഡീസിൻ്റെ പേര്, അജണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്, ഡിസ്കഷൻസും ഡിസിഷൻസും എന്തൊക്കെയാണ്, ആക്ഷൻ ഐറ്റംസ്, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ അതിൻ്റെ പേരുകൾ, അതുപോലെ തന്നെ നെക്സ്റ്റ് മീറ്റിങ്ങിൻ്റെ ഡേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. ടാസ്ക് 3ലേക്ക് പോയി കഴിഞ്ഞാൽ റെഫർ ടു ദി അജണ്ട ക്രിയേറ്റഡ് ഫോർ ടാസ്ക് 2. You are the minutes taker for that meeting. Write the minutes for the fundraising event organizing committee meeting. അതിൻ്റെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് എഴുതുക. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അജണ്ടയിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, അജണ്ടയിലുള്ള കാര്യങ്ങളൊക്കെ നടന്നതിൻ്റെ മിനിറ്റ്സാണ് നമ്മൾ എഴുതുക. അപ്പോൾ അവിടെ ഡിസ്കഷൻ്റെ ടോപ്പിക് ഉണ്ടാവും. ഇവിടെ നമ്മൾ ആ ടോപ്പിക് വെച്ചുള്ള ഡിസ്കഷൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ആരൊക്കെ ഡിസ്കസ് ചെയ്തു, എത്ര പേര് പങ്കെടുത്തു, അതിൻ്റെ ടൈറ്റിലായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സ് കൊടുക്കണം. ഏറ്റവും മുകളിൽ മിനിറ്റ്സ് എന്ന് ടൈറ്റിൽ കൊടുക്കുക, അതിനുശേഷം ഡേറ്റ് ഇടുക, പിന്നെ അറ്റൻഡീസിൻ്റെ പേര്, അറ്റൻഡീസ് എന്ന് ടൈറ്റിൽ കൊടുത്തിട്ട് അതിൻ്റെ താഴെ 1, 2, 3, 4 ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്തവർ. രണ്ടാമത്തത് അജണ്ട ഐറ്റംസ്, അജണ്ട അതേപോലെ തന്നെ കോപ്പി ചെയ്യുക. മൂന്നാമത് ഡിസ്കഷൻ ആൻഡ് ഡിസിഷൻസ്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യാം, ഡിസ്കഷൻ ഓൺ ദി എബവ് മെൻഷൻഡ് അജണ്ട took place on the day at this particular time in the meeting. The decisions are as follows എന്ന് പറഞ്ഞിട്ട് ഡിസിഷൻസ് താഴെ 1, 2, 3, 4 എഴുതുന്നു. പിന്നെ അടുത്ത സബ് ഹെഡിങ് ആക്ഷൻ ഐറ്റംസ്, അതായത് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്നുള്ള തീരുമാനങ്ങളുണ്ടല്ലോ, അതനുസരിച്ചുള്ള കാര്യങ്ങൾ. ഫോർ പെർട്ടിക്കുലർ ഡേറ്റ് ഫണ്ടിങ് ഹാസ് ടു ബി സ്റ്റാർട്ടഡ്, ഇതാണല്ലോ ആക്ഷൻ ഐറ്റം, അത് അവിടെ എഴുതി. ഫണ്ടിങ്ങിനെ കുറിച്ചാണല്ലോ. അപ്പോൾ നെക്സ്റ്റ് മീറ്റിങ്ങിൻ്റെ ഡേറ്റും കൂടി താഴെ എഴുതി. ഇത്രയുമാണ് മിനിറ്റ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. Task 4, do you think the format of minutes from 2 different types of meetings would be the same? Explain by highlighting the differences in structure, tone and content. 2 ഡിഫറെൻറ്റ് മീറ്റിങ്ങിലെ മിനിറ്റ്സ് സെയിം ആയിരിക്കുമോ? ഒരു മീറ്റിംഗ്, ഒരു എക്സാമ്പിൾ കോർപ്പറേറ്റ് ബോർഡ് മീറ്റിങ്ങും മറ്റൊന്ന് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മീറ്റിങ്ങും ആണെങ്കിൽ മിനിറ്റ്സ് സെയിം ആയിരിക്കുമോ എന്നുള്ളതാണ്. ബേസിക്കലി ദ ഫോമാറ്റ് വിൽ ബി ദ സെയിം ബട്ട് ദ കോണ്ടന്റ് വിൽ ബി ഡിഫറെൻറ്റ്, അല്ലേ? കോർപ്പറേറ്റ് ബോർഡ് മീറ്റിംഗ് ആയാലും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മീറ്റിംഗ് ആയാലും അതിൻ്റെ ഫോർമാറ്റ് സെയിം ആണ്, പക്ഷേ കോണ്ടന്റ് ഡിഫറെൻ്റ് ആയിരിക്കും. നൗ ബിസിനസ് ലെറ്റേഴ്സ്. ബിസിനസ് ലെറ്റേഴ്സ് ഫോർമൽ ഡോക്യുമെൻറ്റ്, ഒരു പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖയാണ്. ബൈ കമ്പനീസ് ഫോർ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് അതർ കമ്പനീസ്, എംപ്ലോയീസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അണ്ടർലൈൻ ചെയ്യുക എന്താണ് ബിസിനസ് ലെറ്റർ എന്നുള്ളതാണ്. ബിസിനസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരു കമ്പനി നൽകുന്ന ലെറ്റർ, അതാണ് ബിസിനസ് ലെറ്റർ എന്ന് പറയുന്നത്. ഈ ലെറ്ററിൻ്റെ സ്വഭാവം എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതാണ്, അല്ലേ? എന്താണ്? ഒരു ഫോർമൽ ലെറ്റർ ആയിരിക്കും ഇത്. ഫോർമൽ ലെറ്ററാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഫോർമൽ ലെറ്റർ എങ്ങനെ എഴുതേണ്ടത് നമ്മൾ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവർ നിർബന്ധമായും കാണുക. എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫോർമൽ ലെറ്റേഴ്സ്. For example, job offer letter, sales letter, investor interest letter, resignation letter, business circular, shareholder letters and letters of recommendation. All these are examples. Underline ചെയ്യുക. Although traditionally sent in hard copy, electronic versions via email have become more prevalent. പണ്ടൊക്കെ ഹാർഡ് കോപ്പി പേപ്പറിൽ എഴുതിയതോ പ്രിൻ്റ് ചെയ്തതോ ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇമെയിൽസ് വളരെ സാധാരണമാണ്. An official business letter communicates serious purpose, ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. യൂസിങ് ദ റെസിപ്പിയൻസ് അറ്റൻഷൻ ആൻഡ് പൊട്ടൻഷ്യൽ ആക്ഷൻ, കൃത്യമായി വായിക്കുന്ന വ്യക്തിയുടെ ശ്രദ്ധയെ ആവശ്യപ്പെടുന്ന രീതിയിൽ, അവരുടെ ആക്ഷനെ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ലെറ്ററാണിത്. കൂടാതെ ബിസിനസ് ലെറ്റേഴ്സ് ആർ റെസ്പോണ്ടഡ് ടു ഓൺ ടൈം വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. കൃത്യമായ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെയാണ് ഇത്തരം ബിസിനസ് ലെറ്റേഴ്സിന് മറുപടിയും കൊടുക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് നോക്കാം നമുക്ക്. വ്യക്തമായി കൃത്യതയോടെയുള്ള ഭാഷ ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം തന്നെ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. ലാംഗ്വേജ് ഷുഡ് ബി ഫോർമൽ, അല്ലേ? ക്ലാരിറ്റി ഷുഡ് ബി ദ, പ്രൊഫഷണലിസം ഷുഡ് ബി ദ. നെക്സ്റ്റ് പോയിന്റ് അത് തന്നെയാണ് പ്രൊഫഷണലിസം. ഫോർമാറ്റ് ലാംഗ്വേജ് ആൻഡ് ടോൺ ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് കൺവേ പ്രൊഫഷണലിസം. ഔദ്യോഗികത അതിനുണ്ടായിരിക്കണം. ദിസ് ഇസ് ക്രൂഷ്യൽ വെൻ ഡീലിംഗ് വിത്ത് ക്ലയൻസ്, കസ്റ്റമേഴ്സ്, പാർട്ട്നേഴ്സ് ഓർ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കമ്പനിയുമായി ബന്ധപ്പെട്ട പുറമേയുള്ള ആൾക്കാരുമായി ഡീൽ ചെയ്യുമ്പോൾ ഇത് പ്രത്യേകം ആവശ്യമാണ്. ഇത് ഡോക്യുമെൻറ്റേഷൻ. ഓരോ ബിസിനസ് ലെറ്ററും ഒരു ഡോക്യുമെൻറ്റേഷൻ തന്നെയാണ്, ഫയലിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്റ് തന്നെയാണെന്നർത്ഥം. അതുകൊണ്ട് തന്നെ റെക്കോർഡ് കീപ്പിങ്ങിനും
ലീഗലായിട്ടുള്ള രീതിയിൽ സൂക്ഷിച്ചു വെക്കാനൊക്കെ ഇത് ആവശ്യമാണ്. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, വ്യക്തമായ ആശയവിനിമയമാണ് ഉദ്ദേശിക്കുന്നത്. ദ സ്ട്രക്ചർഡ് ഫോർമാറ്റ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് ഹെൽപ്സ് ഇൻ ഓർഗനൈസിങ് ദ റൈറ്റേഴ്സ് തോട്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ലോജിക്കലി. കൃത്യമായ സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ എഴുതുന്നയാളുടെ ചിന്തകളെ ഓർഗനൈസ് ചെയ്യാൻ, ക്രമമായി അടുക്കി വയ്ക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ദിസ് ക്ലാരിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ എൻഷുറിംഗ് ദാറ്റ് ദി ഇൻറ്റൻഡഡ് മെസ്സേജ് ഇസ് ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ ദ റെസിപ്പിയൻറ്റ്. ഉദ്ദേശിക്കുന്ന മെസ്സേജ് സ്വീകർത്താവ് മനസ്സിലാക്കുന്നു കൃത്യമായി എന്ന് ഇത് ഉറപ്പാക്കുന്നു. ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറയ്ക്കുന്നു. റെക്കോർഡ് കീപ്പിംഗ് ആണ് അടുത്തത്. നമ്മൾ ഓൾറെഡി ഡോക്യുമെൻറ്റേഷനിൽ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണെന്ന് പറയാം. ബിസിനസ് ലെറ്റേഴ്സ് ഇൻക്ലൂഡ് വെരി സ്പെസിഫിക് പർപ്പസ്. എന്താണത്? കോൺട്രിബ്യൂട്ട് ടു ഇഫക്റ്റീവ് റെക്കോർഡ് കീപ്പിംഗ് വിത്തിൻ an ഓർഗനൈസേഷൻ. എല്ലാ ഓർഗനൈസേഷൻ്റെ ഉള്ളിലും കൃത്യമായ റെക്കോർഡ് കീപ്പിംഗ് ഉറപ്പാക്കുന്നു എന്ന് പറയാം. They create a paper trail that can be referred to in the future, aiding in tracking the history of communications, decisions and agreements. ഒരു ആശയവിനിമയത്തിൻ്റെ ഒരു ട്രെയിൽ തന്നെ അവ സൃഷ്ടിക്കുന്നുണ്ട്. ഭാവിയിൽ അതിനെ വെരിഫൈ ചെയ്യാനൊക്കെ സാധിക്കുന്ന രീതിയിൽ ട്രെയിൽ എന്ന് പറഞ്ഞ ഒരു വഴി എന്ന് പറയാം. ലീഗൽ സിഗ്നിഫിക്കൻസ്, അപ്പോൾ തീർച്ചയായിട്ടും ഇറ്റ് ഹാസ് ലീഗൽ സിഗ്നിഫിക്കൻസ്. ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിൻ റിലേഷൻഷിപ്സ്. ബിസിനസ് ലെറ്റേഴ്സ് ഹെൽപ്പ് ഇൻ ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് പ്രൊഫഷണൽ റിലേഷൻഷിപ്സ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ്. ബിസിനസ് ലെറ്റേഴ്സ് നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനായിട്ട് ഉപയോഗിക്കാം. ജോബ് ഓഫേഴ്സ് ആയിട്ട്, പ്രൊമോഷൻ, ടെർമിനേഷൻ, മറ്റെല്ലാ അനൗൺസ്മെൻറ്റിൻ്റെയും മാധ്യമമായിട്ട് ഉപയോഗിക്കാം. ക്രെഡിബിലിറ്റി, ഒരുപാട് ക്രെഡിബിൾ ആയ കമ്മ്യൂണിക്കേഷനാണിത്. ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ഒരു ജോലി കിട്ടുന്നു, ആ വ്യക്തിക്ക് ജോലി കിട്ടിയെന്ന് ഫോൺ വിളിച്ച് കമ്പനി പറഞ്ഞാൽ മാത്രം അത് അംഗീകരിക്കാൻ ചിലപ്പോൾ വ്യക്തിക്ക് സാധിക്കണമെന്നില്ല. പക്ഷേ ഒരു ഒഫീഷ്യൽ ലെറ്റർ കമ്പനി കിട്ടുകയാണെങ്കിൽ 100% അത് ട്രസ്റ്റ് ചെയ്യും. അപ്പോൾ അത് വിശ്വാസ്യതയെ സൂചിപ്പിക്കുന്നുണ്ട്. ഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ബിസിനസ് ലെറ്റർ. ടാസ്ക് 5, നമ്പർ ദ പാർട്സ് ഇൻ ദി ഓർഡർ ഇൻ വിച്ച് ദേ അപ്പിയർ ഇൻ എ ബിസിനസ് ലെറ്റർ. എങ്ങനെയാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ ബിസിനസ് ലെറ്ററിൽ വരുന്നതെന്ന് നിങ്ങൾ നമ്പർ ചെയ്യണം. 1, 2, 3 എന്ന് നമ്പർ ഇട്ടാൽ മാത്രം മതി. അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്, നമുക്ക് ആ ഫോർമാറ്റ് പഠിച്ചാൽ മതി. ഫോർമാറ്റ് ഓഫ് ബിസിനസ് ലെറ്റർ എങ്ങനെയാണ്? സെൻഡേഴ്സ് ഇൻഫർമേഷനാണ് ഫസ്റ്റ് വേണ്ടത്. ഫ്രം അഡ്രസ്സ്, അടുത്ത ഡേറ്റ്, പിന്നെ ടു അഡ്രസ്സ്, പിന്നെ സാല്യൂട്ടേഷൻ, അതായത് സർ, ഡിയർ സർ അങ്ങനെയുള്ള, പിന്നെ ബോഡി, പിന്നെ കോംപ്ലിമെൻ്ററി ക്ലോസ്, അതായത് സിൻസിയർലി യുവേഴ്സ് ട്രൂലി, പിന്നെ സിഗ്നേച്ചർ, പിന്നെ നെയിം, ഡിസിഗ്നേഷനിലെ കമ്പനിയുടെ പേര്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങൾ. ഈ ഫോർമാറ്റ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തന്നെ ചോദിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്യാം. നേരത്തെ ഇപ്പോഴത്തെ തൊട്ട് മുമ്പിലത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് പറഞ്ഞില്ലേ? ഇപ്പോഴത്തെ സിഗ്നിഫിക്കൻസ് ഇവിടെ പറഞ്ഞില്ലേ? ഇത് ചിലപ്പോൾ ചോദിച്ചേക്കാം. എസ് ആയിട്ട് 6 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിലും കുറച്ചുകൂടി കൂടുതൽ സാധ്യത ഫോർമാറ്റ് ഓഫ് ബിസിനസ് ലെറ്റർ എന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കും. ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാതെ ചിലപ്പോൾ ഫോർമാറ്റ് വരച്ചിട്ട് എഴുതുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന ബോക്സ് നിങ്ങൾ വരച്ച് ഇതേപോലെ എഴുതിയാൽ മതി. ഓക്കെ, ഓർമ്മിക്കുക. ഇനി ഇതേ ഫോർമാറ്റ് ശരിക്കും ഒരു പ്രാക്ടിക്കൽ ലെറ്ററിൽ എങ്ങനെ എഴുതാം, കൺവേർട്ട് ചെയ്യാമെന്നുള്ളത് നമ്മുടെ വീഡിയോ കിടക്കുന്നുണ്ട്. ഫോർമൽ ലെറ്റർ, പ്രത്യേകിച്ച് കവർ ലെറ്റർ ആൻഡ് CV എന്നുള്ള ടൈറ്റിലാണ് വീഡിയോ കിടക്കുന്നത്. ആ കവർ ലെറ്റർ ഒരു ഫോർമൽ ലെറ്ററാണ്, ബിസിനസ് ലെറ്ററാണ്. ആ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് പഠിക്കുക. ടൈപ്സ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ്, ഇതും ചോദിക്കും. ഓർഡേഴ്സ്, ഇൻവിറ്റേഷൻസ്, റിപ്ലൈസ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. എന്താണ് ഓർഡർ ലെറ്റർ എന്ന് പറയുന്നത്? എ ബിസിനസ് ലെറ്റർ ഫോർ പ്ലേസിംഗ് ആൻ ഓർഡർ, often referred to as a purchase order, PO letter, is a formal document used by a buyer to communicate their intention to purchase goods or services from a seller. വിൽപ്പനക്കാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് ഒരു ബയർ ലെറ്റർ അയച്ച് അറിയിക്കുന്നതിനാണ് ഈ പർച്ചേസ് ലെറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. വലിയ കമ്പനികളിലേക്കൊക്കെയാണത്. It serves as a written confirmation of the details discussed between the buyer and the seller, outlining the products or services to be purchased. ഇത് വളരെ കൃത്യമായി രണ്ടുപേരും തമ്മിൽ നടത്തിയിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനെയും വ്യക്തമായി പരാമർശിക്കും. അതുപോലെ തന്നെ ഏതൊക്കെ സർവീസുകളാണ് ഓർഡർ ചെയ്യുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് ബയറിന് സൂചിപ്പിക്കാനൊക്കെ ഇതിൽ നിന്ന് സാധിക്കും. വാങ്ങുന്ന ആൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അതിൻ്റെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, അതൊക്കെ വാങ്ങണം എന്നൊക്കെയുള്ളത്. അപ്പോൾ സെൻറ്ററിൻ്റെ കയ്യിൽ കൃത്യമായ ഡീറ്റെയിൽസും കിട്ടും. It typically includes details such as the specific items or services requested, quantities, prices. ഇതൊക്കെയാണ് അതിൽ ഉണ്ടാവുക. എന്തൊക്കെ ഐറ്റംസ് ആണ് റിക്വസ്റ്റ് ചെയ്തത്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര, പേയ്മെൻറ്റ്സ് ഇതൊക്കെ എത്രയാണെന്നല്ല. ആൻഡ് എനി അതർ റെലവൻറ്റ് terms and conditions. An order letter helps formalize the buying process and provides a written record of the transition. കൃത്യമായിട്ട് ഈ പരസ്പരമുള്ള ഈ കൊടുക്കൽ വാങ്ങലിനെ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യുന്നൊരു ലെറ്റർ കൂടിയാണിത്.
അതായത് കൃത്യമായി രേഖയുണ്ടാവും എന്നർത്ഥം. നമ്മൾ സാധാരണ ഒരു സാധനം വാങ്ങുമ്പോൾ ബില്ലാണ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ കമ്പനികൾ ഒരുപാട് ഓർഡർ ചെയ്യുമല്ലോ, അതിന് മുൻകൂട്ടി ഒരു ലെറ്റർ അയക്കും, ഇത്ര സാധനങ്ങൾ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. റിപ്ലൈ ലെറ്റേഴ്സ് ഇതിൻ്റെ മറുപടിയാണ്. റിപ്ലൈ ലെറ്റർ ഇസ് എ സെല്ലേഴ്സ് റെസ്പോൺസ് ടു ദ ബയേഴ്സ് ഓർഡർ. ഓർഡറിൻ്റെ റിപ്ലൈ ആണിത്, മറുപടിയാണ്. This letter acknowledges the recipient of the order, confirms the details, and provides additional information related to the order, such as expected delivery dates or any other information related to the order, such as expected delivery dates or any other information. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവുമല്ലോ, എപ്പോഴാണ് ഡെലിവറി നൽകുക, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഓർഡർ കിട്ടിയത് ഞങ്ങൾ കൺഫേം ചെയ്യുന്നു, ഞങ്ങളുടെ അത്രയും പ്രോഡക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷനാണ് ഉണ്ടാവുക. ഇൻവൈറ്റിംഗ് കൊട്ടേഷൻ ലെറ്റർ ആണ് അടുത്ത ടൈപ്പ് ഓഫ് ഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ ബിസിനസ് ലെറ്റർ. ഇവിടെ നമ്മൾ ബിസിനസ് ലെറ്റർ എന്ന് പറഞ്ഞ് പഠിക്കുന്നത് കൂടുതലും ഓർഗനൈസേഷൻസ് ഉപയോഗിക്കുന്ന ലെറ്ററാണ്. എന്നാൽ ഫോർമൽ ലെറ്ററിൻ്റെ ഇത് ഫോർമൽ ലെറ്ററാണ്. ഫോർമൽ ലെറ്റർ എന്ന കാറ്റഗറിയിൽ വരുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ള കവർ ലെറ്ററിൻ്റെ അതേ ഫോർമാറ്റ് തന്നെയാണ് ഇവിടെയും വരിക. അതാണ് സെയിം റെലവൻ്റ് ആണ്. എന്നാൽ ബിസിനസ് ലെറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അയക്കുന്ന ലെറ്റർ എന്ന അർത്ഥത്തിലായതുകൊണ്ടാണ് അതിൻ്റെ ടൈപ്സിൽ ഇത് മാത്രം കൊടുത്തിരിക്കുന്നത്. ഇൻവൈറ്റിംഗ് കൊട്ടേഷൻ ലെറ്റർ ആണ് അടുത്തത്. ബിസിനസ് കൊട്ടേഷൻ ലെറ്റർ ഓഫൻ റെഫേർഡ് ടു ആസ് എ കോട്ട് ലെറ്റർ, അണ്ടർലൈൻ ചെയ്യുക. ഓർ ആൻ ഇൻവിറ്റേഷൻ ഫോർ കൊട്ടേഷൻ ഇസ് എ ഫോർമൽ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എ ബിസിനസ് ഇൻ റെസ്പോൺസ് ടു എ റിക്വസ്റ്റ് ഫ്രം അനദർ ബിസിനസ് ഓർ ഇൻഡിവിജ്വൽ ഫോർ പ്രൈസിംഗ് ഇൻഫർമേഷൻ ഓൺ സ്പെസിഫിക് ഗുഡ്സ് ഓർ സർവീസസ്. മറ്റൊരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും സർവീസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ അതിൻ്റെ വിവരങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള കത്താണ്. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊരു കൊട്ടേഷൻ തരൂ, ഒരു വിലയുടെ ഒരു ലിസ്റ്റ് തരൂ എന്ന് പറയുന്ന കത്താണിത്. ദിസ് ലെറ്റർ സെർവ്സ് ആസ് എ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ടേംസ്, കണ്ടീഷൻസ് ആൻഡ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോഡക്ട്സ് ഓർ സർവീസസ് റിക്വസ്റ്റഡ്. നമ്മൾ ചോദിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ വിവരങ്ങളൊക്കെ ഈ ലെറ്ററിൽ ഉണ്ടാവും. സെയിൽസ് ഇൻവിറ്റേഷൻ ലെറ്റേഴ്സ്. Sales invitation letters are written communication tools used by businesses to persuade potential customers or clients to purchase a product or service. സെയിൽസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ലെറ്ററാണിത്. ദ പ്രൈമറി ഗോൾ ഈസ് ടു ജനറേറ്റ് ഇൻട്രസ്റ്റ്, ഹൈലൈറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ് ആൻഡ് അൾട്ടിമേറ്റ്ലി കൺവിൻസ് ദ റെസിപ്പിയന്റ് ടു ടേക്ക് ആക്ഷൻ, സ്പെസിഫിക് ആക്ഷൻ സച്ച് ആസ് മേക്കിംഗ് എ പർച്ചേസ്, റിക്വസ്റ്റിംഗ് മോർ ഇൻഫർമേഷൻ ഓർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ പ്രൊമോഷണൽ ഓഫർ. അപ്പോൾ വാങ്ങുന്ന വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കസ്റ്റമറിനെ സംബന്ധിച്ച് ഈ പ്രൊഡക്റ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ഓഫർ കൈപ്പറ്റാനോ അങ്ങനെയൊക്കെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ലെറ്ററാണിത്. പ്രൊഡക്റ്റിന് ചിലപ്പോൾ ഓർഡർ കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ലെറ്റേഴ്സിനെയാണ് സെയിൽസ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതും ഇമെയിലൊക്കെ ഇന്ന് ഒരുപാട് സെയിൽസ് ലെറ്റേഴ്സൊക്കെ ഇമെയിൽ വഴിയാണ് ഇന്ന് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. ഇതൊക്കെ തന്നെ ഇന്ന് ഇമെയിലാണ് ഇന്ന് കൂടുതൽ നടക്കുന്നത്. പണ്ടൊക്കെ ഇത് പ്രിൻറ്റഡ് ആയിരുന്നു, ഇപ്പോൾ കൂടുതൽ ഇമെയിലാണ് നടക്കുന്നത് എല്ലാ ടൈപ്സും. അപ്പം ടാസ്ക് 6 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക് പെട്ടെന്ന്. വൺ ഓഫ് ദ ഫോളോയിങ് സിനാരിയോസ് ആൻഡ് ഡ്രാഫ്റ്റ് choose one of the following scenarios and draft a formal business letter. Ensure that your letter follows the formal structure outlined in the text, including professionalism in tone, format, and clear communication of the necessary information. രണ്ട് സിനാരിയോസ് ആണ്. ഒന്ന്, place an order for office supplies from a vendor. രണ്ടാമത്, respond to a client's inquiry regarding your company's services. ഒന്ന് നിങ്ങൾ റെസ്പോൺസ് ആണ്, ക്ലയൻറ്റിൻ്റെ എൻക്വയറിയെ സംബന്ധിച്ച് മറുപടി കൊടുക്കുന്നതും. മറ്റൊന്ന് ഒരു ഒരു ഓർഡറാണ്, ഓർഡർ ലെറ്ററാണ്. സപ്ലൈസ് ഒരു വെണ്ടർ എന്ന് പറഞ്ഞാൽ വിൽപ്പനക്കാരൻ്റെ അടുത്ത് നിന്ന് ഓഫീസിലേക്ക് വേണ്ട കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്യുകയാണ്. ഓഫീസിലേക്ക് വേണം, ഫോർ എക്സാമ്പിൾ കുറച്ച് ഫാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ചെയർസ്, ടേബിൾസ് ഓർഡർ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഫോർമാറ്റ് ഫോളോ ചെയ്യണം. നമ്മൾ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഒരിക്കൽ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, വീഡിയോ ഓൾറെഡി ഉണ്ട്. ഈ വീഡിയോ വെറുതെ ലെങ്തി ആയി പോകും. ഓൾറെഡി ഞാൻ ചെയ്ത വീഡിയോ ഉണ്ട്, നിങ്ങൾ കാണുക. അപ്പോൾ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഉപയോഗിക്കുക. ഉള്ളിൽ എഴുതേണ്ട കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ആ ഒരു കാര്യം മാറ്റുള്ളൂ. അത് സപ്ലൈസിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് പ്രത്യേകം പറയണം, മൈ കമ്പനി വുഡ് ലൈക്ക് ടു പർച്ചേസ് ദ ഫോളോയിങ് സപ്ലൈസ്. നമ്പർ ഇട്ട് സപ്ലൈസ് ചെയ്താന്ന് കൊടുക്കുക, 1 2 3 4. ഓക്കെ, കൈൻഡ്ലി സെൻഡ് us a quotation അല്ലെങ്കിൽ കൈൻഡ്ലി സെൻഡ് us the price list and the offers if any എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റും പറയാം. മറ്റ് റെസ്പോണ്ട് ടു ക്ലയൻറ്റ്സ് എൻക്വയറി ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ക്ലയൻറ്റ് നമ്മളോട് ചോദിച്ചു എന്ന് സങ്കല്പിക്കുക, കമ്പനിയുടെ സർവീസ് എന്താണെന്നുള്ളത്, എന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മറുപടി കൊടുക്കുക. അവർ കമ്പനി പ്രൊവൈഡ് സർവീസസ് ഓൺ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എക്സെട്ര.
If you would like to get a quote from us, kindly let us know. Please let us know. We will be happy to help you out. ഇതും പറഞ്ഞിട്ട് അതിൻ്റെ കൺക്ലൂഡ് ചെയ്യുക. ബാക്കി അതിൻ്റെ ഫോർമാറ്റൊക്കെ സെയിം തന്നെയാണ്. ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റാണ്. അപ്പോൾ ഫോർമിക്ക് ഇവിടെ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് നേരത്തെ നമ്മളിപ്പോൾ ഇപ്പുറം പറഞ്ഞല്ലോ. എന്താ അത്? ആദ്യം ഫ്രം എഴുതുക, പിന്നെ ഡേറ്റ്, പിന്നെ ടു, പിന്നെ ഫോർമൽ ലെറ്ററിൽ വേണ്ട സല്യൂട്ടേഷൻ, പിന്നെ ബോഡി, പിന്നെ കോംപ്ലിമെൻ്ററി ക്ലോസ്, സിഗ്നേച്ചർ, ഈ കാര്യങ്ങളൊക്കെ തന്നെ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, കാണുക. അതുപോലെ തന്നെ ഇത് ഈ ബോക്സിൽ ഈ ടേബിളിൽ കൊടുത്ത് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇതുപോലെ തന്നെ എഴുതാനും ചിലപ്പോൾ ചോദിച്ചേക്കാം, അതാണ് ഞാൻ പറയാൻ കാരണം. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് അത് എന്തൊക്കെയാണെന്നൊക്കെ ഒരിക്കൽ കൂടി. ഓർഡർ ലെറ്റേഴ്സ്, അതുപോലെ തന്നെ റിപ്ലൈ ലെറ്റേഴ്സ്, ഇൻവൈറ്റിംഗ് കൊട്ടേഷൻ ലെറ്റർ, സെയിൽസ് ഇൻവിറ്റേഷൻ ലെറ്റർ, ഈ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർമൽ ലെറ്റേഴ്സ് പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത്. അപ്പോൾ യൂണിറ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും പരീക്ഷയെ സംബന്ധിക്കുന്ന വീഡിയോസ് ഉണ്ടാവും. എല്ലാവരും നന്നായി പരീക്ഷ എഴുതുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ യൂണിറ്റുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ താഴെ ചോദിക്കാവുന്നതാണ്. ഈ ക്വിക്ക് റിവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എക്സ്റ്റേണൽ സർക്യുലേഴ്സ് ഡിഫർ ഫ്രം ഇന്റേണൽ സർക്യുലേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. 2 ടൈപ്പ് ഓഫ് സർക്യുലേഴ്സ് ഉണ്ട്. വാട്ട് ഈസ് അജണ്ട, അതിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ അജണ്ടയും അതുപോലെ തന്നെ MOM എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വാട്ട് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് അത് പറഞ്ഞു. പിന്നെന്താണ്, റൈറ്റ് ദി അജണ്ട ഫോർ എ ബിൽഡിംഗ് അസോസിയേഷൻ മീറ്റിംഗ് ടു ഡിസ്കസ് ദ പ്രോബ്ലം ഓഫ് എ ബേസ്റ്റ് പൈപ്പ് പൊട്ടിയെ കുറിച്ച് ബിൽഡിംഗ് അസോസിയേഷൻ മീറ്റിംഗിൻ്റെ അജണ്ട എഴുതുക. പിന്നെന്താണ്, വാട്ട് ഇഷ്യൂസ് കുഡ് പൂർലി recorded or inaccurate minutes lead to explain the role of well-prepared minutes of the meeting in organizational success. വെൽ പ്രിപ്പയർഡ് ആയ മിനിറ്റ്സിൻ്റെ റെലവൻസ് എന്താണ്, നന്നായി മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, അത് എഴുതുക. ഓർഗനൈസേഷൻ്റെ വിജയത്തിന് മിനിറ്റ്സ് ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് മീറ്റിങ്ങിൻ്റെ നമ്മുടെ പെർഫോമൻസിൻ്റെ ഒരു ചാർട്ട് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേഷൻ കൂടിയാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഓരോ മിനിറ്റ്സിലും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, തീരുമാനങ്ങൾ നടപ്പിലായോ ഇല്ലയോ എന്നുള്ള ചർച്ച ഓർഗനൈസേഷൻ്റെ പ്രോഗ്രസ്സിന് വളരെയധികം ആവശ്യമാണ്. ഇതാണ് ഉത്തരം. ലിസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് വിത്ത് എക്സാമ്പിൾസ് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. ഇതിൻ്റെ അകത്തുനിന്ന് 6 മാർക്കിനും അതുപോലെ തന്നെ 7 മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് 6 മാർക്കിന് ചോദിക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർമൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ലെറ്റർ ഫോർമാറ്റ് 6 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ലെറ്റേഴ്സ് 6 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ മിനിറ്റ്സ് എന്താണെന്നുള്ളത്, എലമെൻറ്റ്സ് ഓഫ് മിനിറ്റ്സ് 7 മാർക്കിന് ചോദിക്കാം. അജൻഡാസ് എന്താണ് എന്നുള്ളത് 6 മാർക്കിന് ചോദിക്കാം. എലമെൻറ്റ്സ് ഓഫ് അജണ്ട ഉൾപ്പെടെ സർക്യുലേഴ്സും ടൈപ്സ് ഓഫ് സർക്യുലേഴ്സും ഫോർമാറ്റ് ഓഫ് എ സർക്യുലറും ഉൾപ്പെടെ 6 മാർക്കിനോ 7 മാർക്കിനോ തന്നെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ചാപ്റ്റർ വായിച്ച് അതിൻ്റെ ഫോർമാറ്റ് ഉൾപ്പെടെ പഠിക്കേണ്ടത് ആവശ്യമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് let me conclude this video. I hope you understood the main points. See you in another video. Have a great time. Bye-bye.